നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മലക്കപ്പാറയിൽ 4 വയസ്സുകാരന് നേരെ പുലിയുടെ ആക്രമണം. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിലെ ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. ചാലക്കുടി അന്തർ സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലക്കപ്പാറ റോഡിൽ അമ്പലപ്പാറ പവർ ഹൌസിന് സമീപമാണ് വൻമരം റോഡിലേക്ക് മറിഞ്ഞു വീണത്. സ്ത്രീപീഡനത്തെ തുടർന്ന് യുവതി മരിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ വെള്ളൂർ കൈമപ്പറമ്പിൽ വീട്ടിൽ സജീവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. മലക്കപ്പാറയിൽ 4 വയസ്സുകാരന് നേരെ പുലിയുടെ ആക്രമണം. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിലെ ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെ 2:45 കുടുംബം ഉറങ്ങിക്കിടന്ന കുടിലിലേക്ക് പുലി എത്തിയത്. കുട്ടിയെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മാതാപിതാക്കൾ ബഹളം വച്ചതോടെ പുലി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത് എന്തുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു അതിലൂടെ. അപ്പം ഒരു ദിവസം ഇന്നലെ രാത്രി ഇത് കയറി വന്നു. രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. ഞാൻ എണീറ്റു, പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്നുകൊണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ തോന്നി കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. പിന്നെ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ തലവച്ചോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കല്ലിനിമേട്. വീരം കോളനി. ഏത് ആദിവാസി വിഭാഗമാണ്? ഞങ്ങൾ ആദിവാസി തന്നെ, മുതുവാൻ. ചാലക്കുടി അന്തർ സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലക്കപ്പാറ റോഡിൽ അമ്പലപ്പാറ പവർ ഹൌസിന് തൊട്ടടുത്താണ് വൻമരം റോഡിലേക്ക് മറിഞ്ഞു വീണത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. സ്വകാര്യ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും വഴിയിൽപ്പെട്ടു. വനംവകുപ്പും നാട്ടുകാരും എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്ത്രീപീഡനത്തെ തുടർന്ന് യുവതി മരിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ വെള്ളൂർ കൈമപ്പറമ്പിൽ വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സജീവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പുത്തഞ്ചിറയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2016-ൽ സജീവിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് പീഡനം മൂലമാണെന്ന് കാരണമെന്നായിരുന്നു കേസ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിലായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, ASI രമേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷറഫുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർ സിജോയ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സംസ്കൃത അധ്യാപക കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ പ്രശ്നോത്തരി മത്സരവും സതീഷ് കുമാർ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ആല UP വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ AO P മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം GMHSSലെ സംസ്കൃതം അധ്യാപിക ഡോക്ടർ ഉമാ CN മുഖ്യപ്രഭാഷണം നടത്തി. വസിഷ്ഠൻ മുതലായിട്ടുള്ള 7 ഋഷിമാർ, അതായത് ഋഷിമാരുടെ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഋഷിമാരെ കണ്ടുമുട്ടുന്നതിലൂടെയാണ് ജീവിതം ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ വസിഷ്ഠന്റെ നിർദ്ദേശം അനുസരിച്ച് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു ശബ്ദം, മര, മ എന്നുള്ള ഒരക്ഷരം, ര എന്നുള്ള ഒരക്ഷരം, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാമയാവും, അതിനൊരർത്ഥമുണ്ട്. പക്ഷെ മര എന്നുള്ള ശബ്ദത്തിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ വാൽമീകിയാകാൻ തയ്യാറെടുക്കുന്ന രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളന് ഒരു ഗുണം ഉണ്ടായിരുന്നു, തൻ്റെ തെറ്റുകളിൽ പശ്ചാത്താപം. ആ പശ്ചാത്താപത്തിൽ നിന്ന് വാൽമീകിക്ക്, രത്നാകരന് മറ്റൊരു ഗുണമുണ്ടായി. എന്താ? ഗുരുവിലുള്ള ശ്രദ്ധ. ഗുരു പറയുന്നത് എന്താണോ അതിനെ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ലാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. ഈ ശ്രദ്ധ നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അറിവ് ആർക്കുള്ളതാണ്? ഗോവിന്ദൻ, ഡോക്ടർ MV വിവേക്, PS ഉണ്ണികൃഷ്ണൻ, ജിത്ത്,
ലിൻസി എന്നിവർ നേതൃത്വം നൽകി. ഗുരുപദം സന്തോഷ് മാസ്റ്റർ ക്വിസ് മാസ്റ്ററായ മത്സരത്തിൽ UP വിഭാഗത്തിൽ കോണത്തുകുന്ന് GUP സ്കൂളിലെ ശിവദ 1ാം സ്ഥാനവും കാരുമാത്ര GUP സ്കൂളിലെ മാളവിക R മേനോൻ 2ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ എറിയാട് GKV HSSലെ അനന്തകൃഷ്ണ 1ാം സ്ഥാനവും പുലൂറ്റ് GHSSലെ വിദ്യാംബ 2ാം സ്ഥാനവും നേടി. മാള ഹെവൻസ് വില്ലേജിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. നഹാസ് മാള ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KM നാസർ അധ്യക്ഷത വഹിച്ചു. KA സദറുദ്ദീൻ, സെക്രട്ടറി KP നൌഷാദ്, PK അബ്ബാസ്, VS ജമാൽ എന്നിവർ സംസാരിച്ചു. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ വർക്കായിരുന്നു. അത് എത്രത്തോളം നമുക്ക് വരൽ കുറവായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു വിങ് അവിടെയുണ്ട്, അവിടെ ഒരു സാധനമാണ്. അപ്പോൾ അതിലെന്തായാലും എത്തിച്ചേരണം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്തായാലും പങ്കെടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് എത്രത്തോളം എന്നാൽ കൊറോണ കാലഘട്ടത്തിൽ ഏകദേശം വന്ന് നമ്മുടെ ഈ നാട്ടിൽ നടന്ന് പോയിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു 5-6 തവണ ഞാൻ വളരെ അടുത്ത ബന്ധവും ഹെവൻസിൻ്റെ ഒരു ഈ ചാപ്റ്റർ അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ വലിയ പുസ്തകം നമുക്ക് ഇവിടെ മണ്ണിൽ ജമാലിക്കൊക്കെ വന്നിരുന്നു. അത് വളരെ അതിൻ്റെ ഭംഗി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് CPM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. RSS ഉന്നയിക്കപ്പെട്ട ആരോപണത്തെ RSS അംഗീകരിക്കുന്നതിനേക്കാൾ വാദിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കുതിരശക്തിയോടെ വാദിച്ച് ഇവർക്കെതിരെ ഇന്നലെ കേസെടുക്കേണ്ടതായിരുന്നു എന്ന മനോഭാവത്തോടെ ഛത്തീസ്ഗഡിലെ പോലീസ് ആ സിസ്റ്റേഴ്സിനെതിരെ കേസെടുത്ത് അവരെ കോടതി ജാമ്യം നിഷേധിച്ച് ഇന്നലെ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോഴാണ് അതുവരെ അവരുടെ മേലെ ഒരു കുറ്റമേ ചുമത്തിയിരുന്നുള്ളൂ, മതപരിവർത്തനം നടത്തുന്നു എന്ന കുറ്റമാണ് ചുമത്തിയത്. ഇവിടെ ഒന്ന് BJP നേതാക്കന്മാരൊക്കെ BJP നേതാക്കന്മാർക്ക് ഇരിക്കപ്പുറതിയില്ലാതായി, നിലം തൊടാൻ കഴിയുന്നില്ല. CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മാള സെന്റ് സ്റ്റാനിസ്ലാവോസ് പള്ളി വികാരി ഫാദർ ജോർജ് പാറേമൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം MLA VR സുനിൽകുമാർ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ, KC വർഗീസ്, ബിനിൽ പ്രതാപൻ, ക്ലിഫി KA, ജീവൻ കരിയാത്തുപറമ്പിൽ, ജോർജ് നെല്ലിശ്ശേരി, ES ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ ജയിലിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മേലടൂർ ഉണ്ണിമിശിക ഇടവക സമൂഹം പ്രാർത്ഥനാ സംഗമം നടത്തി. ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, ഫാദർ മെജിൻ കല്ലേലി എന്നിവർ നേതൃത്വം നൽകി. കന്യാസ്ത്രീമാർ, കൈക്കാരന്മാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ബൈജു പീറ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അന്യായമായ ആരോപണങ്ങൾ നടത്തി ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെ മേല് കടന്നുകയറ്റം നടത്തുമ്പോഴും ഒത്തിരിയേറെ സംഭവങ്ങൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അവസാനത്തെ സംഭവമായ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറ്റാരോപണം നടത്തി ജയിലിലടച്ചത് ഭാരതത്തിലെ പൗരന് അനുവദിച്ചു തന്നിട്ടുള്ള, ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്, മതസ്വാതന്ത്ര്യത്തിന്റെ മനഃപൂർവമായ ലംഘനമാണെന്ന് നമുക്കറിയാം. പ്രധാന വാർത്തകൾ വീണ്ടും. മലക്കപ്പാറയിൽ 4 വയസ്സുകാരന് നേരെ പുലിയുടെ ആക്രമണം. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിലെ ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. ചാലക്കുടി അന്തർ സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലക്കപ്പാറ റോഡിൽ അമ്പലപ്പാറ പവർ ഹൌസിന് സമീപമാണ് വൻമരം റോഡിലേക്ക് മറിഞ്ഞു വീണത്. സ്ത്രീപീഡനത്തെ തുടർന്ന് യുവതി മരിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ വെള്ളൂർ കൈമപ്പറമ്പിൽ വീട്ടിൽ സജീവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.